നിങ്ങൾ എത്ര നല്ല ആളായിരുന്നെങ്കിലും, എത്രമാത്രം ആ വ്യക്തിയെ നിങ്ങൾ സ്നേഹിച്ചിരുന്നെങ്കിലും, എത്രമാത്രം ഈ വ്യക്തിക്ക് വേണ്ടി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കാര്യങ്ങൾ ചെയ്തു കൊടുത്തെങ്കിലും, എത്രമാത്രം നിങ്ങൾ ഈ വ്യക്തിയെ സഹായിച്ചിരുന്നെങ്കിലും, ഒന്നുമല്ല, നിങ്ങൾ ചെയ്തത് ഒന്നുമല്ല, നിങ്ങളിതൊന്നും ചെയ്തതല്ല, നിങ്ങൾ ചെയ്തതെല്ലാം തെറ്റാണ്, നിങ്ങൾ തെറ്റുകളാണ് ചെയ്യുന്നത് എന്ന് നിങ്ങളെ വിശ്വസിപ്പിക്കുന്ന അവസ്ഥയാണ് ഗ്യാസ് ലൈറ്റിംഗ് എന്ന് പറയുന്നത്. ഈ ഗ്യാസ് ലൈറ്റിംഗ് അനുഭവിക്കുന്ന ആൾക്കാർക്കുണ്ടാകുന്ന തലവേദനയാണ് ഈ ഗ്യാസ് ലൈറ്റിംഗ് ഹെഡേക്ക് എന്ന് പറയുന്നത്. Welcome to Dr. Dan's Psychological Facts. ഹായ്, മറ്റൊരു തലവേദനയുമായി നമുക്ക് മുന്നോട്ട് പോകാം. ഇതിനാണ് ഗ്യാസ് ലൈറ്റിംഗ് ഹെഡേക്ക് എന്ന് പറയുന്നത്. ഗ്യാസ് ലൈറ്റിംഗ് എന്ന് പറയുന്നത് ഇപ്പോൾ സുപരിചിതമായിട്ടുള്ളൊരു വാക്കാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓഫ് കോഴ്സ് നിങ്ങൾക്ക് അറിയാമായിരിക്കും, അത് NPD ഉള്ള നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ഈ ടോക്സിക് ആയിട്ടുള്ള വ്യക്തി, ഇങ്ങനെയുള്ള വ്യക്തികൾ മറ്റുള്ള വ്യക്തികളെ അല്ലെ വിക്ടിമിനെ കൺട്രോളിൽ ആക്കി നിർത്താനായിട്ട് ഉപയോഗിക്കുന്ന ഏറ്റവും വലിയൊരു ടെക്നിക്കാണ് ഗ്യാസ് ലൈറ്റിംഗ് എന്ന് പറയുന്നത്. ഇത് ഗ്യാസ് ലൈറ്റിംഗ് NPD എന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്കതിൻ്റെ പുതിയ സാധനമാണെന്ന് തോന്നും. പക്ഷേ ഇത് പുതിയ സാധനമൊന്നുമില്ല എന്ന് മനുഷ്യരുണ്ടായി അന്ന് മുതൽ നിലനിൽക്കുന്ന ഒരു കാര്യമാണ്. എന്നാൽ ഗ്യാസ് ലൈറ്റിംഗ് എന്നും NPD എന്നുള്ള പുതിയ പുതിയ വാക്കുകൾ ഇതിൽ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതേ ഉള്ളൂ. ഗ്യാസ് ലൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. യാഥാർത്ഥ്യമായിട്ട് ഉള്ള ഒരു കാര്യത്തെ ഇല്ല എന്ന നഖശിഖാന്തം എതിർത്ത് അത് ഇല്ല എന്നൊരാൾ സ്ഥാപിച്ചെടുക്കുന്നതിനെയാണ് ഗ്യാസ് ലൈറ്റിംഗ് എന്ന് പറയുന്നത്. അതായത് താൻ പിടിച്ച മുയലിന് 3 കൊമ്പ് എന്ന് പറയുന്ന അവസ്ഥ. നമ്മുടെ മുമ്പിൽ ഒരാൾ ഒരു മുയലിനെയും പിടിച്ചുകൊണ്ട് ഇത് മുയലാണെന്നും ഇതിന് കൊമ്പുണ്ടാവില്ല എന്നും നമുക്കറിയാമെങ്കിലും ഇയാൾ നഖശിഖാന്തം ഇയാൾ വാദിക്കും ഈ മുയലിന് 3 കൊമ്പുണ്ട്, അതും 2 കൊമ്പല്ല 3 കൊമ്പുണ്ട്. ഇയാൾ ഇതിനെ എല്ലാ തരത്തിലും ലോജിക്കലി ഇതിനെ വാദിച്ച് ഇയാൾ സ്ഥാപിക്കുകയും ചെയ്യും. നമുക്ക് വേണേൽ തിരിച്ച് പഞ്ചതന്ത്ര കഥകളിലേക്ക് പോകാം. ആടിനെ പട്ടിയാക്കിയ കഥയുണ്ട്. അതായത് ഒരു ബ്രാഹ്മണൻ ആടിനെയും കൊണ്ട് വന്ന് അയാളുടെ കയ്യിൽ നിന്നും ഈ ആടിനെ തട്ടിയെടുക്കാനായി 5 കള്ളന്മാർ 5 സ്ഥലങ്ങളിൽ പതുങ്ങിയിരുന്നിട്ട് ഈ ആളെ കൊണ്ട് ഈ ആടിനെ പട്ടിയാണെന്ന് ആ ബ്രാഹ്മണൻ വിശ്വസിച്ച് ഉപേക്ഷിച്ചു പോകുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ ആടിനെ പട്ടിയാക്കുന്ന അവസ്ഥയാണ് ഗ്യാസ് ലൈറ്റിംഗ് എന്ന് പറയുന്നത്. ഈ NPD ഉള്ള വ്യക്തിയുമായിട്ട്, ഈ ടോക്സിക് ആയിട്ടുള്ള ഈ വ്യക്തിയുമായിട്ടുള്ള റിലേഷൻഷിപ്പും ജീവിതത്തിലും യാഥാർത്ഥ്യത്തെ, ഇപ്പം നിങ്ങൾ ചെയ്യുന്നതാവാം, ഇയാൾ ചെയ്യുന്നതാവാം, ഈ യാഥാർത്ഥ്യത്തെ ഈ വ്യക്തി മറ്റൊന്നായി വിശ്വസിപ്പിക്കുകയാണ് നമ്മളെ. നമ്മളതിനെ ചിന്തിക്കുമെന്നോ ഈ വ്യക്തി ആരോപിക്കുന്നെന്നോ എന്നുള്ളതല്ല ഇവിടുത്തെ പ്രശ്നം. നമ്മൾ വിശ്വസിക്കുകയാണ് ഇയാൾ പിടിച്ചിരിക്കുന്ന മുയലിന് 3 കൊമ്പുണ്ട് എന്ന് നമ്മൾ വിശ്വസിച്ച് പോകുന്ന അവസ്ഥ. അതല്ലെങ്കിൽ നമ്മുടെ കയ്യിലിരിക്കുന്ന ആട് പട്ടിയാണ് എന്ന് നമ്മൾ വിശ്വസിച്ച് പോകുന്ന അവസ്ഥ. ആ അവസ്ഥയിലേക്ക് ഇയാൾ വാദിച്ച് നമ്മളെ കൊണ്ടുവന്ന് ആക്കുന്ന അവസ്ഥ. നിങ്ങളല്ലാതെ നിങ്ങൾക്ക് തോന്നുന്ന അവസ്ഥ, നിങ്ങൾക്ക് യാതൊരു വാല്യൂവും ഇല്ലാന്ന് നിങ്ങൾക്ക് തോന്നിപ്പോകുന്ന അവസ്ഥ, ജീവിതത്തിൽ നിങ്ങൾ ചെയ്തത് മുഴുവൻ തെറ്റാണെന്ന് നിങ്ങൾ വിശ്വസിച്ചു പോകുന്ന അവസ്ഥ. ഈ ഒരു അവസ്ഥയിലേക്ക് നിങ്ങളെ കൊണ്ടുവരിക. നിങ്ങൾ എത്ര നല്ല ആളായിരുന്നെങ്കിലും, എത്രമാത്രം ആ വ്യക്തിയെ നിങ്ങൾ സ്നേഹിച്ചിരുന്നെങ്കിലും, എത്രമാത്രം ഈ വ്യക്തിക്ക് വേണ്ടി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കാര്യങ്ങൾ ചെയ്തു കൊടുത്തെങ്കിലും, എത്രമാത്രം നിങ്ങൾ ഈ വ്യക്തിയെ സഹായിച്ചിരുന്നെങ്കിലും, ഒന്നുമല്ല, നിങ്ങൾ ചെയ്തത് ഒന്നുമല്ല, നിങ്ങളിതൊന്നും ചെയ്തതല്ല, നിങ്ങൾ ചെയ്തതെല്ലാം തെറ്റാണ്, നിങ്ങൾ തെറ്റുകളാണ് ചെയ്യുന്നത് എന്ന് നിങ്ങളെ വിശ്വസിപ്പിക്കുന്ന അവസ്ഥയാണ് ഗ്യാസ് ലൈറ്റിംഗ് എന്ന് പറയുന്നത്. ഈ ഗ്യാസ് ലൈറ്റിംഗ് അനുഭവിക്കുന്ന ആൾക്കാർക്കുണ്ടാകുന്ന തലവേദനയാണ് ഈ ഗ്യാസ് ലൈറ്റിംഗ് ഹെഡേക്ക് എന്ന് പറയുന്നത്. ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ എടുത്തു പറയുന്നു, ഡോക്ടർമാരെ എല്ലാം കണ്ട് ടെസ്റ്റുകളെല്ലാം ചെയ്ത് മറ്റൊരു കാരണവും ഡയഗ്നോസ് ചെയ്യാത്ത ആൾക്കാരെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഈ ഭാഗത്താണ് നിങ്ങൾക്ക് നിരന്തരമായി തലവേദന എടുക്കുന്നെങ്കിൽ വെറുതെ മരുന്നുകൾ കഴിച്ച് നിങ്ങളുടെ ഇൻറ്റേർണൽ ഓർഗൻസിനെയും ശരീരത്തെയും നിങ്ങൾ തകർക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്കല്ല രോഗമുള്ളത് നിങ്ങളുടെ കൂടെ ജീവിക്കുന്ന ആൾക്കാണ് രോഗമുള്ളത്. എന്നാൽ അവരെ ചികിത്സിക്കാനായിട്ടൊട്ട് സാധിക്കുകയുമില്ല. ഈ അവസ്ഥയിൽ നിങ്ങൾക്കുണ്ടാകുന്നത് എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്ന പോലെ ഒന്നാമത്തെ സാധനം കൊഗ്നിറ്റീവ് ഓവർലോഡാണ്. ഈ കൊഗ്നിറ്റീവ് ഓവർലോഡാണ് ഭയങ്കരമായി നമ്മുടെ ബ്രെയിനെ തളർത്തുകയും ശരീരത്തെ തളർത്തുകയും പലതരത്തിലുള്ള ന്യൂറോ കെമിക്കൽ ചേഞ്ചസും ഇലക്ട്രിക്കൽ വേരിയേഷൻസും നമ്മുടെ ബ്രെയിനിലും ശരീരത്തിലും ഉണ്ടാക്കുന്നത്. ഇങ്ങനെ പോകുന്ന ആൾക്കാരിൽ ഉണ്ടാകുന്ന ക്രോണിക് സ്ട്രെസ് റെസ്പോൺസ്, അതായത് കോർട്ടിസോൾ ലെവൽ ഭയങ്കരമായി നമ്മുടെ ശരീരത്തിൽ കൂടുക എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് ഹാനികരമായിട്ടുള്ളൊരു അവസ്ഥയാണ്. തലച്ചോറിനെയും ശരീരത്തിനെയും ഭയങ്കരമായി തകിടം മറിക്കുന്ന ഒരു അവസ്ഥയാണ് ക്രോണിക് സ്ട്രെസ് റെസ്പോൺസ് എന്ന് പറയുന്നത്. കോർട്ടിസോൾ ലെവൽ ശരീരത്തിൽ ക്രമാതീതമായി കൂടുക എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കുണ്ടാകുന്ന ഇമോഷണൽ സപ്രഷനാണ് നമുക്കുണ്ടാകുന്നത്. ഒരു തരത്തിൽ നമുക്ക് ഒരിക്കലും ഒന്നും എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല. ഈ പറയുന്ന പോലെ നമ്മൾ ആടിനെ പട്ടിയാണെന്ന് നമ്മൾ വിശ്വസിച്ചിരിക്കുന്ന അവസ്ഥ, നമ്മളല്ലെന്ന് വിശ്വസിച്ച് പോകുന്ന അവസ്ഥയിൽ നമ്മൾ പിന്നെ ഹൈപ്പർ വിജിലൻ്റ് ആവുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഭയങ്കരമായി കോഷ്യസ് ആവുകയാണ് ഇവരോട് ഇടപെടുന്ന അവസ്ഥയിൽ. അതല്ലെങ്കിൽ നമ്മൾ പുറത്തിടപെടുന്നു,
ജോലിക്ക് പോകുന്നോ മറ്റാൾക്കാരെ ഇടപെടുമ്പോഴെല്ലാം നമ്മൾ ഹൈപ്പർ വിജിലൻ്റ് ആവുക. കാരണം എന്താണ്? നമ്മൾ ചെയ്യുന്നതെല്ലാം തെറ്റാണെന്ന് ഇവർ സ്ഥാപിച്ചു കഴിഞ്ഞു. നമ്മൾ നല്ലതെന്ന് കരുതി ചെയ്തത് എല്ലാം തെറ്റാണെന്ന് ഇവർ സ്ഥാപിച്ചു കഴിഞ്ഞു. നമ്മൾ നമ്മുടെ കഴിവുകളാണെന്ന് ചിന്തിച്ചിരുന്ന കാര്യങ്ങളെല്ലാം നിങ്ങളുടെ തെറ്റുകളാണെന്ന് ഇവർ സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇവിടെ ഭയങ്കരമായി നേരത്തെ പറഞ്ഞിട്ടുള്ള പോലെ ബ്രെയിൻ ഫോഗ്, കൊഗ്നിറ്റീവ് ഓവർലോഡിങ്, നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല, നമ്മൾ ചിന്തിച്ചിട്ടൊന്നും നമുക്ക് ലോജിക്ക് കിട്ടുന്നില്ല. ഇങ്ങനെയുള്ള അവസ്ഥ നമ്മൾ ഹൈപ്പർ വിജിലൻ്റ് ആയിരിക്കുന്ന അവസ്ഥയിൽ ഭയങ്കരമായ കോർട്ടിസോളിൻ്റെ പമ്പിങ് നമുക്ക് കൂടുന്നു, ഭയങ്കരമായി ബ്രെയിൻ ആക്ടിവിറ്റിയിൽ വ്യത്യാസം വരുന്നു, തലവേദന നന്നായി നമുക്ക് ഫീൽ ചെയ്യും. ഒരു തരത്തിലും നമുക്ക് സഹിക്കാൻ പറ്റാത്ത ഈ തരത്തിലുള്ള തലവേദന നമുക്കുണ്ടാകുകയും ചെയ്യുന്നു. ഇത് നിരന്തരമായി നമ്മുടെ ജീവിതത്തിൽ ഇത് നിലനിൽക്കുമ്പോൾ, ഈ ഗ്യാസ് ലൈറ്റിങ് നിലനിൽക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നു? തലവേദനയും നമ്മുടെ ജീവിതത്തിൽ നിലനിൽക്കും. പ്രധാനമായിട്ട് പറയാൻ പറ്റുന്നത് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ടെൻഷൻ ഹെഡേക്ക് പോലെ ആയിരിക്കും. അതായത് നമ്മുടെ ഫോർഹെഡിന് ചുറ്റും ഭയങ്കരമായിട്ടുള്ള വേദന നമുക്ക് ഫീൽ ചെയ്യുക. പിന്നെ അത് പതിയെ മൈഗ്രെയിനിലേക്ക് അത് പോവുക, ദിവസങ്ങൾ ഈ തലവേദന നീണ്ടു നിൽക്കുക, മുൻപ് പറഞ്ഞ പോലെ ബ്രെയിൻ ഫോഗ് ഉണ്ടാകുക, ഒന്നും ചിന്തിക്കാൻ പറ്റാത്ത അവസ്ഥ, ചിന്തിച്ചാലും യാതൊരു ക്ലാരിറ്റിയും കിട്ടാത്ത അവസ്ഥ. പിന്നെ മറ്റ് തലവേദനകളിൽ ഇല്ലാത്ത ഒരു 1-2 കാര്യങ്ങൾ ഇതിന് വരുന്ന ഡിസ്നെസ്സും നോസിയായുമാണ്. നമുക്ക് വ്യക്തമാവുകയല്ല കാര്യങ്ങൾ, അതായത് നമ്മുടെ കാഴ്ചകളിൽ പോലും, നമ്മുടെ കണ്ണും കൊണ്ട് കാണുന്ന കാഴ്ചയിൽ പോലും നമുക്ക് ഡിസ്നെസ് ഉണ്ടാവുക, കാഴ്ച വ്യക്തമല്ലാതാവുക, നമുക്ക് ഛർദ്ദിക്കാൻ വരിക, ഛർദ്ദിക്കാൻ വരിക, അതുപോലെ തന്നെ കണ്ണിൻ്റെ സ്ട്രെയിൻ ഭയങ്കരമായിട്ട് കൂടുക. അപ്പോൾ ഈ പറഞ്ഞത് സിമ്പിളല്ല. ഗ്യാസ് ലൈറ്റിംഗ് എന്ന് പറയുന്നത് നമുക്കൊരു ഇമോഷണലായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മൾ വന്നാലും, ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ മാനസികമായിട്ടുള്ള കാര്യങ്ങൾ വെറുതെ മാനസികമെന്നുള്ളതല്ല, മാനസികമായിട്ടുള്ള ഏത് കാര്യങ്ങളും ശരീരത്തെയാണ് അഫക്റ്റ് ചെയ്യുന്നത്. എസ്പെഷ്യലി അഫക്റ്റ് ചെയ്യുന്നത് തലച്ചോറിനെയും ഞരമ്പുകളെയും നാഡീവ്യൂഹങ്ങളെയും കോശങ്ങളെയും വരെ ഇത് അഫക്റ്റ് ചെയ്യുന്നത് കൊണ്ടാണ് ഡിസ്നെസ്, നമ്മൾ കാണുന്ന കാര്യങ്ങളിൽ നമ്മുടെ കാഴ്ചയെ പോലും അത് അഫക്റ്റ് ചെയ്യുന്നത്. നമ്മുടെ കണ്ണിൻ്റെ സ്ട്രെയിൻ ഭയങ്കരമായിട്ട് കൂടുന്നു, കാഴ്ചയെ അഫക്റ്റ് ചെയ്യുന്നു, കാഴ്ച ക്ലിയർ അല്ലാതാവുന്നു, അല്ലെങ്കിൽ വ്യക്തമല്ലാതാവുന്നു, ഡിസ്റ്റോർട്ടഡ് വിഷൻ വരുന്നു, അതുപോലെ തന്നെ നോസിയ, ഛർദ്ദിക്കാൻ വരുന്നു, ഇങ്ങനെയുള്ള അവസ്ഥ. അപ്പോൾ ഒന്ന് ഓർത്ത് നോക്കുക, ഇതൊന്നും ഉണ്ടായത് നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ടല്ല. നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്, നിങ്ങൾ ആരുമായിട്ടാണോ ബന്ധപ്പെട്ട് ജീവിക്കുന്നത്, ഈ വ്യക്തി നിങ്ങളിൽ ഉണ്ടാക്കി തരുന്ന മാനസിക പ്രശ്നങ്ങളാണ്. എന്തുകൊണ്ടാണ്? ഈ വ്യക്തിയുടെ മാനസിക പ്രശ്നം കാരണം, നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ കാരണം, നിങ്ങളെ ഗ്യാസ് ലൈറ്റ് ചെയ്യുന്നത് കാരണം, നിങ്ങളെ റിയാലിറ്റിയിൽ നിന്നും മാറ്റി, മുൻപ് പറഞ്ഞ പോലെ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ആട് പട്ടിയാണെന്ന് നിങ്ങളെ കൊണ്ട് വിശ്വസിപ്പിക്കുന്ന അവസ്ഥയിൽ, നിങ്ങളുടെ യാതൊരു വർത്തും ഇല്ലാതാക്കുന്ന അവസ്ഥയിൽ, നിങ്ങൾക്കൊരു വാല്യൂം ഇല്ലാതാക്കുന്ന അവസ്ഥയിൽ, നിങ്ങൾ ജീവിതം കൊണ്ട് ചെയ്തത് മുഴുവൻ തെറ്റാണെന്ന് ഇവർ സ്ഥാപിക്കുന്ന അവസ്ഥയിൽ, നിങ്ങൾ വിശ്വസിച്ച് പോകുന്ന അവസ്ഥയിൽ നിങ്ങൾക്കുണ്ടാകുന്ന തലവേദനയാണ് ഗ്യാസ് ലൈറ്റിംഗ് ഹെഡേക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ടെസ്റ്റുകളെല്ലാം ചെയ്തിട്ടും ഇതുവരെ ഒന്നും ഡയഗ്നോസ് ചെയ്യാത്ത ആൾക്കാർ സ്ഥിരമായിട്ട് ഈ തലവേദന നിങ്ങൾക്ക് അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഇത് ഗ്യാസ് ലൈറ്റിംഗ് ഹെഡേക്കാണ്. നിങ്ങൾ നോക്കുക, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ കൂടെ ജീവിക്കുന്ന ആൾ, ഏറ്റവും അടുത്ത് നിങ്ങളുടെ ജീവിക്കുന്ന ആൾ ജീവിതത്തിൽ ഇതുപോലുള്ള ടാറ്റിക്സ് ഉപയോഗിക്കുന്നുണ്ടോ? നിങ്ങളെ കൺഫ്യൂസ്ഡ് ആക്കി, യാഥാർത്ഥ്യത്തെ മാറ്റി, ഇയാൾ പിടിച്ച മുയലിന് 3 കൊമ്പുണ്ട് എന്ന് നിങ്ങളെക്കൊണ്ട് വിശ്വസിപ്പിക്കുന്നുണ്ടോ? നിങ്ങൾ ചെയ്യുന്നതൊന്നും അല്ല എന്ന് വരുത്തി തീർക്കുന്നുണ്ടോ? നിങ്ങൾ ഈ ലോകത്തിലെ ഏറ്റവും വലിയ തെറ്റുകാരിയാണെന്ന് വരുത്തി തീർക്കുന്നുണ്ടോ? എങ്കിൽ ഇത് ഗ്യാസ് ലൈറ്റിംഗ് ആണ്. രക്ഷപ്പെടുക ഇതിനകത്തു നിന്നും. അത് ഞാൻ എപ്പോഴും പറയുന്ന പോലെ നല്ലൊരു സൈക്കോളജിസ്റ്റിനെ സമീപിക്കുക, കൗൺസിലിംഗ്, സൈക്കോതെറാപ്പി, പിന്നെ നാർസിസ്റ്റിക് അബ്യൂസ് എന്താണെന്ന് നിങ്ങൾ പഠിക്കുക. ഇതിൽ നിന്നും രക്ഷപ്പെടാൻ തീരുമാനിക്കുക, മുന്നോട്ട് പോവുക. താങ്ക് യു. Thanks for watching Dr. Dan's. Subscribe to unlock the mysterious world of psychology with Dr. Abhay Daniel.